ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന പ്രമേയം നിയമസഭ പാസാക്കി. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. വനമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ഐകകണ്ഠ്യേനയാണ് സഭ പാസാക്കിയത്. നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്ന ഭേദഗതി ടി സിദ്ദിഖ് MLA മുന്നോട്ടുവെച്ചെങ്കിലും വനമന്ത്രി തള്ളി. പ്രസ്തുത കേന്ദ്ര നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്ത് വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനും കാട്ടുപന്നിയെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 62-ാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും ഈ സഭ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ആദിൽ പാലോട് വിവരങ്ങളുമായി. ആദിലിപ്പോൾ ഐകകണ്ഠ്യേനയാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. കേന്ദ്ര നിയമം മാറ്റേണ്ടതുണ്ട്, കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന ആവശ്യം. ഇതിൽ പ്രതിപക്ഷം എന്തെങ്കിലും പുതുതായി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ടോ? പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശം ഈ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണം. ഈ വന്യജീവി ആക്രമണങ്ങളിൽ കൃഷിനാശം ഉണ്ടാകുന്നുണ്ട്, മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാകുന്നുണ്ട്, മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണം എന്ന നിർദ്ദേശം കൂടി കേന്ദ്രത്തോട് ആവശ്യപ്പെടണം എന്ന കാര്യം ടി സിദ്ദിഖ് MLA ആണ് മുന്നിൽ വെച്ചത്. എന്നാൽ അത് അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു വനമന്ത്രിയുടെ പ്രതികരണം. നഷ്ടപരിഹാര തുക പരിധി ഉയർത്തുന്നത് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നാണ്, അതുകൊണ്ട് അത് പ്രമേയത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരിയാകില്ല എന്ന് വനമന്ത്രി ഭേദഗതിക്ക് നിർദ്ദേശമായി പറഞ്ഞു. പ്രമേയ സഭ ഐക്യകണ്ഠേന പാസാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ: ഒന്ന്, ഈ വന്യജീവികളെ സംരക്ഷിക്കുന്ന നിയമത്തിൽ ചില അപാകതകളുണ്ട്. അത് കാലോചിതമായി പരിഷ്കരിക്കേണ്ട സാഹചര്യമുണ്ട്. ആ പരിഷ്കരണത്തിന് കേന്ദ്രം തയ്യാറാവണമെന്നുള്ളതാണ്. രണ്ട്, കാട്ടുപന്നി ആക്രമണം കർഷകരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള നടപടി കൈക്കൊള്ളണം. ഈ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഇന്ന് നിയമസഭയിൽ വനമന്ത്രി അവതരിപ്പിക്കുകയും പിന്നീട് ആ പ്രമേയം പാസാക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകി.